എനിക്കൊരു പാരൻസ് മീറ്റിങ്ങിൽ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെയുള്ള രക്ഷിതാക്കളോട് ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മരണത്തിൽ മക്കൾ സന്തോഷിക്കുകയാണോ ചെയ്യുക അതോ സങ്കടപ്പെടുകയാണോ ചെയ്യുക? അവിടെ ഉണ്ടായിരുന്ന പല രക്ഷിതാക്കൾക്കും ഒരു കൃത്യമായ മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പലരുടെയും വാക്കുകളൊക്കെ പതറുകയായിരുന്നു. നമ്മൾ മക്കൾക്ക് വേണ്ടി A to Z കാര്യങ്ങൾ ഒരു ഘട്ടം വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മക്കൾ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതല്ലെങ്കിൽ മക്കൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മൂല്യവും വിലയും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാരണം? നമ്മളൊരു ചെറിയ കുട്ടിക്ക് ഒരു 10 രൂപ നോട്ട് കൊടുക്കുന്നതും 100 രൂപ നോട്ട് കൊടുക്കുന്നതും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമമാണ്. കുട്ടിക്ക് 10 രൂപയായാലും 100 രൂപയായാലും ഒന്നിൻ്റെയും മൂല്യമോ വിലയോ അറിയില്ല. അതേ സമയത്ത് ആ കുട്ടിയോട് കടയിൽ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ ഈ 100 രൂപയ്ക്ക് വാങ്ങി വാ എന്ന് പറയുന്നു, 10 രൂപയ്ക്ക് വാങ്ങി വാ എന്ന് പറയുമ്പോൾ കുട്ടി മനസ്സിലാക്കും 100 രൂപ കൊണ്ട് ഇന്നതെല്ലാം കിട്ടുമെന്നും 10 രൂപ കൊണ്ട് ഇന്നതെല്ലാമാണ് കിട്ടുക എന്നും. മക്കളെ വളർത്തി കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മക്കളുമായി ഷെയർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ അതിന് ഇത്ര കഷ്ടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. പല ഉമ്മമാരും ചെയ്യാറുള്ളത് വീട്ടിലെ A to Z കാര്യങ്ങൾ, അകമടിച്ചു വാരലും തുടക്കലും അതുപോലെ തന്നെ പാത്രം കഴുകുക പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും പല ഉമ്മമാരും മക്കളെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് കരുതി അവർ തന്നെ ചെയ്യാറാണ്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്കൊരിക്കലും പാത്രം കഴുകുന്നതിൻ്റെയും അകം തുടക്കുന്നതിൻ്റെയും അതുപോലെ അടിച്ചു വാരുന്നതിൻ്റെയും ഒന്നും ഒരു ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ക്ലീനാക്കിയാലും മക്കൾ ചിലപ്പോൾ അത് വന്ന് കേടുവരുത്താൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മക്കളെയും പങ്കാളിയാക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രയാസം എത്രയാണ്, അതിൻ്റെ കഷ്ടപ്പാട് എത്രയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി തുടങ്ങും. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പല മക്കളും വലുതായതിനു ശേഷം രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കാൻ തന്നെ മടിക്കാറുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമീപനം പല മക്കളിൽ നിന്നും വരുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാത്ത മക്കളിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കൾ ചെയ്യുന്നതിൻ്റെ വിലയും മൂല്യവും മനസ്സിലാക്കിയ ഒരു കുട്ടിക്കും തൻ്റെ രക്ഷിതാക്കളെ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മൂല്യവും വിലയും നമ്മുടെ മക്കളെ നമ്മളാണ് ബോധ്യപ്പെടുത്തേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടേതായി തന്നെ ജീവിക്കുകയും മരിക്കുകയുമുള്ളൂ. നമ്മുടെ ജീവിതത്തിലും മരണത്തിലും അവർക്ക് നമ്മുടേതായൊരു വില മനസ്സിലാവുകയുള്ളൂ.